ഹലോ ഓൾ, PSC മെഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കറിയാം എല്ലാ എക്സാമുകളിലും കറണ്ട് അഫയേഴ്സ് വെയിറ്റേജ് ഉള്ളതാണെന്ന്. ഇനി വരുന്ന BFOയ്ക്കും അത് കഴിഞ്ഞുള്ള എക്സാമുകൾക്കും നിങ്ങൾക്ക് ഇത് ഉപകാരമാവട്ടെ. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ സെഷനിലേക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ആപ്ലിക്കേഷൻ ഏതാണ്? സഞ്ചാർ സാത്തി. സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ആപ്ലിക്കേഷൻ ഏതാണ്? സഞ്ചാർ സാത്തി. ഇനി അടുത്തത്, 2025 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2025 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന്? ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്. അതാണ് പ്രമേയം. എന്താണ്? ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്. അപ്പൊ ഇതിൽ കൂടെ തന്നെ നമുക്ക് വേറൊരു ചോദ്യം കൂടെ കിട്ടുകയല്ലേ? ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5. ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2025 11ാമത് ലോക ഹരിത സാമ്പത്തിക ഉച്ചകോടി നടന്ന എവിടെയാണ്? ദുബായിൽ വെച്ചിട്ടാണ് നടന്നത്. എവിടെ വെച്ചിട്ടാണ് നടന്നത്? ദുബായിൽ വെച്ചിട്ട്. അപ്പൊ 2025 11ാമത് ലോക ഹരിത സാമ്പത്തിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? ദുബായിൽ വെച്ചിട്ടാണ് നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? മിയാമി, അമേരിക്കയിൽ വെച്ചിട്ടാണ് G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. ഇതിൽ കൂടെ തന്നെ നമുക്ക് അടുത്ത നോക്കാം. 2025 എവിടെയാണ് നടന്നത്? സൗത്ത് ആഫ്രിക്കയിലാണ് നടന്നത്. എവിടെയാണ് നടന്നത്? സൗത്ത് ആഫ്രിക്കയിലാണ് നടന്നത്. സൗത്ത് ആഫ്രിക്കയിൽ. അടുത്ത ചോദ്യം, അവയവദാനത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതി ഏതാണ്? കെ സോട്ടോ. എന്താണ് അതിന്റെ ഫുൾ ഫോം? കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നാണ് കെ സോട്ടോയുടെ ഫുൾ ഫോം. അവയവദാനത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതി ഏതാണ്? കെ സോട്ടോ. അടുത്ത നോക്കിക്കേ. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണെന്ന്? ഒറ്റപ്പാലത്താണ് ഇൻഡോർ സ്റ്റേഡിയം വരുന്നത്. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ്? ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലം എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? KG ശങ്കരപിള്ള. ആരാണ്? KG ശങ്കരപിള്ള. ഇത് എന്തിനു വേണ്ടി ലഭിക്കുന്നതായി പുരസ്കാരം? അതായത് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് എന്ത്? എഴുത്തച്ഛൻ പുരസ്കാരം. ഈ പുരസ്കാരം അടങ്ങുന്നത് എന്തൊക്കെയാ? 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇനി KG ശങ്കരപിള്ളയുടെ പ്രധാന കൃതികളാണ് ഞാൻ എൻ്റെ എതിർകക്ഷി, ബംഗാൾ, സഞ്ചാരി മരങ്ങൾ, അതിനാൽ ഞാൻ ഭ്രാന്തനായില്ല, കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്നിവ എന്തൊക്കെയാണ്? ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഇനി 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാ? NS മാധവൻ. ആരാണ്? NS മാധവൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മൈസൂരാണ് വരുന്നത്. എവിടെയാണ് വരുന്നത്? മൈസൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മൈസൂർ. തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? സാക്ഷ്യം. തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? സാക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, RBIയുടെ നിലവിലെ റിപ്പോ നിരക്ക് എത്ര ശതമാനമാണെന്ന്? ഇത് എക്കണോമിക്സിലൊക്കെ കയറി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്നാലും കറണ്ട് അഫെയർ ആയിട്ട് കയറി വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണിത്. എത്ര ശതമാനമാണ് വരുന്നത്? 5.25% ആണ് വരുന്നത്. എന്ത്? RBIയുടെ നിലവിലെ റിപ്പോ നിരക്ക്. ഇതിലൂടെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ കൂടെ കിട്ടിയില്ലേ? ഏതാ? RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് എന്ത്? ഇപ്പോഴത്തെ RBI ഗവർണർ. അപ്പൊ ഇതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ആരാണ്? ശക്തികാന്ത് ദാസ് ആണ് 25ാമത്തെ ഗവർണർ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ 26ാമത്തെ ഗവർണറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂര സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്രം ഏത്? 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂര സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്രം ഏതാണ്? സ്കിൻ ഓഫ് യൂത്ത് ആണ് ഇതിന് അർഹത നേടിയത്. ഏതാണ്? സ്കിൻ ഓഫ് യൂത്ത്. ഇതിലൂടെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ അറിയാം. ഇതിന്റെ ഉദ്ഘാടന ചിത്രമായിട്ട് എടുത്തിരുന്ന ഏതാണ്? ഇത് ബ്ലൂ ട്രയൽ ആണ് എടുത്തിരുന്നത്. ഏതാണ്? ബ്ലൂ ട്രയൽ ആണ് എന്ത്? ഉദ്ഘാടന ചിത്രമായിരുന്നത്. എന്താണ്? ബ്ലൂ ട്രയൽ എന്നായിരുന്നു ഫിലിമിന്റെ പേര്. സമാപന ചിത്രമായിരുന്നു ഏത്? യൂസ്ഫുൾ ഗോസ്റ്റ് എന്നായിരുന്നു ഫിലിമിന്റെ പേര്. ഏതാണ്? യൂസ്ഫുൾ ഗോസ്റ്റ്. അതായിരുന്നു സമാപന ചിത്രം. സ്കിൻ ഓഫ് യൂത്തിന്റെ സംവിധാനം ചെയ്ത ആരായിരുന്നു? ആഷ്ലെ മേഫെയർ എന്ന് പറയുന്ന ആളാണ് ഇത് സംവിധാനം ചെയ്തത്. അടുത്തത്, അടുത്തിടെ ഏത് ഗ്രാമപഞ്ചായത്തിനാണ്
വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നടപ്പിലാക്കിയതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ വയോസേവന സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്? എവിടെയാണ് ലഭിച്ചത്? ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനാണ് ഇത് ലഭിച്ചത്. ഏത് ജില്ലയിലാണ് ഇത്? കോഴിക്കോട് ജില്ലയിൽ. അപ്പൊ അടുത്തിടയിൽ ഏത് ഗ്രാമപഞ്ചായത്തിനാണ് വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നടപ്പിലാക്കിയതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ വയോസേവന സംസ്ഥാന പുരസ്കാരം? ഏതാണ്? വയോസേവന സംസ്ഥാന പുരസ്കാരം. ഏത് ഗ്രാമപഞ്ചായത്തിനാണ് അത് കിട്ടിയത്? ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനാണ് അത് കിട്ടിയത്. ഏത് ജില്ലയിലാണ് അത് വരുന്നത്? കോഴിക്കോട് ജില്ലയിലാണ് ഇത് വരുന്നത്. അടുത്ത ചോദ്യം, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിത ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത് ആരാണ്? ഹർമൻ പ്രീത് കൗർ. ആരാണ്? ഹർമൻ പ്രീത് കൗർ. ഇത് ആരാണ് ഹർമൻ പ്രീത് കൗർ എന്ന് പറയുന്നത്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ ആണ്. ആരാണ്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റനാണ് ആര്? ഹർമൻ പ്രീത് കൗർ. അടുത്ത ചോദ്യം ഏതാണ്? 2025 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണെന്നാണ്. എന്താണ് 2025 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ്. ഏതാണ്? ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ്. ഇതാണ് മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം. ഇതിലൂടെ നമുക്ക് വേറൊരു ചോദ്യം കൂടെ കിട്ടും. എന്നാണ് ലോക മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത്? എന്നാണ്? ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. എന്നാണ്? ഡിസംബർ 10. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തിടെ കേരളത്തിലെ ഏത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത്? അടുത്തിടെ കേരളത്തിലെ ഏത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത്? ഏത് വിമാനത്താവളമാ? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണിത് ലഭിച്ചത്. ഏതാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് എന്ത് ലഭിച്ചത്? ദേശീയ പുരസ്കാരം ലഭിച്ചത്. എന്തിനു വേണ്ടിയിട്ടാ? ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ദേശീയ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അഭിലാഷ് ടോമി. ആരാണ്? അഭിലാഷ് ടോമി. ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അഭിലാഷ് ടോമി. അടുത്ത ക്വസ്റ്റ്യൻ, 2026 നടക്കാനിരിക്കുന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂര്. എവിടെയാണ്? തൃശ്ശൂര്. ഇനി വരാനിരിക്കുന്നത്, അതായത് അടുത്ത വർഷത്തേക്ക് വരാനിരിക്കുന്നത്, ഇതിപ്പോ 2025 അവസാനമായല്ലോ, ഇനിയിപ്പം അടുത്ത വർഷം വരാനിരിക്കുന്നതാണ് ഏത്? 64ാമത് കേരള സ്കൂൾ കലോത്സവം. അതിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ് അതിന്റെ വേദി. ഇനി 63ാമത് നടന്നത് എവിടെയായിരുന്നു? കേരള സ്കൂൾ കലോത്സവം 63ാമത് നടന്നത് എവിടെയായിരുന്നു? 63ാമത് തിരുവനന്തപുരത്താണ് നടന്നത്. എവിടെയാണ് നടന്നത്? തിരുവനന്തപുരമാണ് നടന്നത്. ഇതിൽ വിജയികൾ ആരായിരുന്നു? തൃശ്ശൂർ ജില്ലയായിരുന്നു വിജയികളായിരുന്നത്. ഏത്? 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വിജയികൾ ആരായിരുന്നു? തൃശ്ശൂരായിരുന്നു വിജയികൾ. ആരായിരുന്നു? തൃശ്ശൂര്. അടുത്ത ക്വസ്റ്റ്യൻ, 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവ് പുരസ്കാരത്തിലെ ഈ ഗവൺമെന്റ് ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പദ്ധതി ഏതാണ്? 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവ് പുരസ്കാരത്തിലെ ഈ ഗവൺമെന്റ് ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പദ്ധതി ഏതാണ്? ഈ ഗവൺമെന്റ് ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പദ്ധതി ഏതാണ്? DG കേരളം പദ്ധതി. ഏതാണ്? DG കേരളം പദ്ധതി. ഏതാണ്? DG കേരളം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഒക്ടോബർ മാസം ആസിയാൻ കൂട്ടായ്മയിൽ 11ാമത് അംഗരാജ്യമായത് ഏതാണ്? കിഴക്കൻ തിമൂറാണ് അംഗരാജ്യമായത്. ഏതാണ്? കിഴക്കൻ തിമൂറാണ് അംഗരാജ്യമായത്. അടുത്തിടെ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച സമഗ്ര പദ്ധതി ഏതാണ്? വയോരക്ഷ. ഏതാണ്? വയോരക്ഷ. നമുക്കറിയാം സാമൂഹ്യ നീതി വകുപ്പ് കുറേ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം എക്സാമുകൾക്ക് പ്രധാനപ്പെട്ടതാണെന്നും നമുക്കറിയാം. അതിൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ളതാണിത്. ഏത്? അടുത്തിടെ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച സമഗ്ര പദ്ധതി ഏതാണ്? വയോരക്ഷ. അടുത്തത്, ഒറ്റപ്പെട്ട വയോജനങ്ങൾക്ക് സാന്ത്വനമേകാൻ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അടുത്ത പദ്ധതിയാണിത്. ഏതാണത്? സല്ലാപം. ഏതാണ്? സല്ലാപം. ഒറ്റപ്പെട്ട വയോജനങ്ങൾക്ക് സാന്ത്വനമേകാൻ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. അടുത്ത ക്വസ്റ്റ്യൻ, മേക്കദാട്ടു ഡാം പ്രൊജക്ട് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണെന്ന്? ഏതാണ്? കർണാടകയാണ് സംസ്ഥാനം. മേക്കദാട്ടു ഡാം പ്രൊജക്ട് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. സമ്പൂർണ്ണ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലാതല കുടുംബശ്രീ യൂണിറ്റ് ഏതാണ്? സമ്പൂർണ്ണ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലാതല കുടുംബശ്രീ യൂണിറ്റ് എവിടെയാണ്, അല്ലെങ്കിൽ ഏതാണ്? കൊല്ലമാണത്. എവിടെയാണ്? കൊല്ലം. അപ്പൊ നമുക്ക് റിവിഷൻ ഒന്നും കൂടി ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ ആപ്ലിക്കേഷൻ ഏത്? സഞ്ചാർ സാത്തി. ഏതാണ്?
സഞ്ചാർ സാഥി. അടുത്തത് 2025 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്. 2025 11ാമത് ലോക ഹരിത സാമ്പത്തിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? ദുബായിലാണ് നടന്നത്. എവിടെയാണ് നടന്നത്? ദുബായിലാണ് നടന്നത്. അടുത്ത ചോദ്യം ഏതാണ്? 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണെന്ന്. എവിടെയാണ്? മിയാമി. അമേരിക്കയിലുള്ള മിയാമിയിലാണ് G20 ഉച്ചകോടിക്ക് വേദിയാവുന്നത്. ഇനി 2025 എവിടെയാണ് നടന്നത്? സൗത്ത് ആഫ്രിക്കയിലാണ് നടന്നത്. എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ് എന്ത് നടന്നത്? G20 ഉച്ചകോടി 2025 നടന്നത്. ഇനി അവയവദാനത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതി ഏതാ? പുതിയ പദ്ധതി കേസോട്ടോ. ഏതാണ് പുതിയ പദ്ധതി? കേസോട്ടോ. കേസോട്ടോയുടെ ഫുൾ ഫോം എന്താണ്? കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നാണ് കേസോട്ടോയുടെ ഫുൾ ഫോം. അടുത്തത് കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ്? ഒറ്റപ്പാലത്താണ്. എവിടെയാണ്? ഒറ്റപ്പാലത്ത്. ഏതാ ജില്ല? പാലക്കാട് ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ജേതാവ് KG ശങ്കരപിള്ള. ആരാണ്? KG ശങ്കരപിള്ള. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാ? ഞാൻ എൻ്റെ എതിർകക്ഷി, ബംഗാൾ, സഞ്ചാരി മരങ്ങൾ, അതിനാൽ ഞാൻ ഭ്രാന്തനായില്ല, കൊച്ചിയിലെ വൃക്ഷങ്ങൾ. ഇത്രയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. ഇനി ഈ പുരസ്കാരം എന്തൊക്കെ അടങ്ങിയതാ? 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയതാണ്. ഈ പുരസ്കാരം എന്തിനു വേണ്ടി ലഭിക്കുന്നതാ? മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് ലഭിക്കുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇനി 2024 ആർക്കാണ് ലഭിച്ചത്? NS മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മൈസൂരാണ് വരുന്നത്. എവിടെയാണ്? കർണാടകയിലെ മൈസൂരാണ് വരുന്നത്. തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? സാക്ഷ്യം. എന്താണ്? സാക്ഷ്യം. RBIയുടെ നിലവിലെ റിപ്പോ നിരക്ക് എത്ര ശതമാനമാ? 5.25%. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്താ നോക്കിയത്? RBIയിലെ നിലവിലെ ഗവർണർ ആരാ നോക്കിയായിരുന്നു അല്ലേ? സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ ഗവർണർ. എത്രാമത്തെ ഗവർണറാണ്? 26ാമത്തെ ഗവർണറാണ് അദ്ദേഹം. അടുത്ത ക്വസ്റ്റ്യൻ 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂര സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്രം ഏതായിരുന്നു? ഏതായിരുന്നു? സ്കിൻ ഓഫ് യൂത്ത്. ഏതായിരുന്നു? സ്കിൻ ഓഫ് യൂത്ത്. അത് സംവിധാനം ചെയ്ത ആരാണ്? ആഷ്ലൈ മെയ്ഫെയർ എന്ന് പറയുന്ന ആളാണ്. ആരാണ്? ആഷ്ലൈ മെയ്ഫെയർ ആണത് സംവിധാനം ചെയ്തത്. ഇനി ഈ ചലച്ചിത്രമേളയിൽ ഇത് ബ്ലൂ ട്രയലാണ് എന്തായിട്ട് കൊണ്ടുവന്നത്? ഉദ്ഘാടന ചിത്രമായിട്ട് കൊണ്ടുവന്നത് ബ്ലൂ ട്രയൽ ആയിരുന്നു. സമാപന ചിത്രമായി കൊണ്ടുവന്നത് എന്തായിരുന്നു? യൂസ്ഫുൾ ഗോസ്റ്റ് ആയിരുന്നു. ഏതായിരുന്നു? യൂസ്ഫുൾ ഗോസ്റ്റ്. അടുത്തിടെ ഏത് ഗ്രാമപഞ്ചായത്തിനാണ് വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നടപ്പിലാക്കിയതിനുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ വയോസേവന സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്? ഏത് ഗ്രാമപഞ്ചായത്തിനാണ് ലഭിച്ചത്? ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത്. ഏത് ജില്ല? കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനാണ് എന്ത് ലഭിച്ചത്? വയോസേവന സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത് ആരാ? ഹർമൻ പ്രീത് കൗർ. ആരാണ്? ഹർമൻ പ്രീത് കൗർ. 2025 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്ത്? ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ്. ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ്. അടുത്തിടെ കേരളത്തിലെ ഏത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത്? ഏത് വിമാനത്താവളത്തിന് കിട്ടിയത്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് എന്ത് ലഭിച്ചത്? ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അഭിലാഷ് ടോമിയാണ് ഇത് രചിച്ചത്. 2026 നടക്കാനിരിക്കുന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ് വേദി വരുന്നത്. അപ്പൊ 63ാമത് കലോത്സവം നടന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ് നടന്നത്. ആരായിരുന്നു വിജയിച്ചതെന്ന്? തൃശ്ശൂർ ജില്ലയാണ് കേരള സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ചത്. 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവ് പുരസ്കാരത്തിൽ ഈ ഗവൺമെന്റ് ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പദ്ധതി ഏതാണ്? DG കേരളം പദ്ധതി. ഏതാണ് പദ്ധതി? DG കേരളം പദ്ധതി. അടുത്തത് 2025 ഒക്ടോബർ മാസം ആസിയാൻ കൂട്ടായ്മയിലെ 11ാമത് അംഗരാജ്യമായത് ഏതാണ്? കിഴക്കൻ തിമൂറാണ് അംഗരാജ്യമായിട്ട് 11ാമത് ചേർന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്തിടെ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച സമഗ്ര പദ്ധതി ഏതാണ്? വയോരക്ഷയാണ് ആ സമഗ്ര പദ്ധതി. ഏതാണ്? വയോരക്ഷ.
അടുത്ത ചോദ്യം, ഒറ്റപ്പെട്ട വയോജനങ്ങൾക്ക് സാന്ത്വനമേകാൻ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? സല്ലാപം. ഏതാണ്? സല്ലാപം. മേക്കദാട്ടു ഡാം പ്രൊജക്ട് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ആ സംസ്ഥാനം കർണാടക. മേക്കദാട്ടു ഡാം പ്രൊജക്ട് കൊണ്ടുവരുന്ന എവിടെയാണ്? കർണാടകയിലാണ്. എവിടെയാണ്? മേക്കദാട്ടു ഡാം പ്രൊജക്ട് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. അടുത്ത ചോദ്യം, സമ്പൂർണ്ണ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലാതല കുടുംബശ്രീ യൂണിറ്റ് ഏതാണ്? കൊല്ലമാണ്. ആ കുടുംബശ്രീ യൂണിറ്റ് ഏതാണ്? കൊല്ലം. ഇതിപ്പോ എല്ലാവർക്കും ഒരു റിവിഷനായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി നോക്കാം. അതായത് കുറച്ച് പുരസ്കാരങ്ങൾ, അവാർഡുകളൊക്കെ ഉണ്ട്. ഇനി നമുക്കത് നോക്കാം. ആദ്യത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഏതാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കാണ് ലഭിച്ചത്? മലയാള വിഭാഗത്തിൽ ലഭിച്ചത് കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ K ജയകുമാറിനാണ്. ആർക്കാണ്? K ജയകുമാറിനാണ്. കൃതി ഏതാണ്? പിങ്കളകേശിനിയാണ് കൃതി. അദ്ദേഹത്തിന് പിങ്കളകേശിനി എന്നുള്ള കവിതാ സമാഹാരത്തിനാണ് എന്ത് ലഭിച്ചത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2024 ലഭിച്ചത്. അടുത്ത നമുക്ക് നോക്കാം, 2025 ബുക്കർ സമ്മാനം ആർക്കാണ് ലഭിച്ചതെന്ന്. 2025 ബുക്കർ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? ഡേവിഡ് സാലെ. ആരാണ്? ഡേവിഡ് സാലെ. അദ്ദേഹം ആരാണ്? ഒരു ഹംഗേറിയൻ എഴുത്തുകാരനാണ്. ആരാണ്? ഹംഗേറിയൻ എഴുത്തുകാരൻ. ഹംഗേറിയൻ എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹം ആരാണ്? ഒരു ഹംഗേറിയൻ എഴുത്തുകാരനാണ്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാം. എങ്ങനെയാണ്? ഹംഗേറിയൻ എഴുത്തുകാരനായ ആർക്കാണ് ഈ ബുക്കർ സമ്മാനം ലഭിച്ചതെന്നുള്ള രീതിയിൽ. അദ്ദേഹം ആരാണ്? ഡേവിഡ് സാലെയാണ് അദ്ദേഹം. ഇനി ഏത് കൃതിക്കാണ് കിട്ടിയത്? കൃതി ഫ്ലഷ് എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഇത് 2025 നവംബർ 10 ലണ്ടനിൽ നടന്ന ചടങ്ങിലാണ് ഈ പുരസ്കാരം സമ്മാനിച്ചത്. 2025 നവംബർ 10 ലണ്ടനിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിച്ചത്. അടുത്തത് 2024 അപ്പൊ ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കായിരിക്കും? സാമന്ത ഹാർവി. ഏത് കൃതിക്കാണ് കിട്ടിയത്? ഓർബിറ്റൽ എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത്. ഏതാ? ഓർബിറ്റൽ. ഓർബിറ്റൽ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് എന്ത് ബുക്കർ പ്രൈസ് ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തത് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ്. ഏതാണ് മികച്ച ചിത്രമായിട്ട് എടുത്തിരിക്കുന്നത്? മഞ്ഞുമൽ ബോയ്സ്. ആർക്കാണ്? മികച്ച നടൻ ആരായിരുന്നു? മമ്മൂട്ടിയും. മികച്ച നടി ആരാണ്? മികച്ച നടി ആരാ? ഷംല ഹംസയുമാണ് പ്രധാന വിജയികൾ. നോക്കിയേ, മികച്ച ചിത്രം ഏതാണ്? മഞ്ഞുമൽ ബോയ്സ് ആണ് മികച്ച ചിത്രം. മികച്ച സംവിധായകനോ? ചിദംബരം S പൊതുവാൾ. ആരാണ്? ചിദംബരം S പൊതുവാൾ. മികച്ച നടൻ ആരാ? മമ്മൂട്ടി. ഏത് പടത്തിനാണ് കിട്ടിയത്? അതായത് ഏത് ചിത്രത്തിന് അദ്ദേഹത്തിന് അത് കിട്ടിയത്? ഭ്രമയുഗം എന്നുള്ള ചിത്രത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടൻ എന്നുള്ള പുരസ്കാരം കിട്ടിയത്. അടുത്തത് മികച്ച നടി ആരാണ്? ഷംല ഹംസ. ആരാണ്? ഷംല ഹംസ. ഷംല ഹംസ. ഏതാണ് ചിത്രം? ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? പ്രേമലു. ഏതാണ്? പ്രേമലു. മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. ഇനി അടുത്തത് നമ്മൾ നൊബേൽ പുരസ്കാരങ്ങളാണ് നോക്കുന്നത്. അതിന് മുന്നേ നമുക്ക് നേരത്തെ നോക്കിയതൊന്നും കൂടി നോക്കാം. ഏതൊക്കെ നമ്മൾ നോക്കിയത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2024 ആർക്കാണ് ലഭിച്ചത്? കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ K ജയകുമാറിനാണ് അത് ലഭിച്ചത്. ഏതായിരുന്നു കൃതി? പിങ്കളകേശിനി എന്നുള്ള കവിതാ സമാഹാരത്തിനാണ് അത് എന്ത് ലഭിച്ചത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അടുത്തത് 2025 ബുക്കർ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? ഡേവിഡ് സാലെ. ആർക്കാണ് ലഭിച്ചത്? ഡേവിഡ് സാലെ. കൃതി ഏതാണ്? ഫ്ലഷ് എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് ബുക്കർ സമ്മാനം ലഭിച്ചത്. 2024 ആർക്കാണ് അത് കിട്ടിയത്? സാമന്ത് ഹാർവി. ആർക്കാണ്? സാമന്ത് ഹാർവി. കൃതി ഏതാണ്? ഓർബിറ്റൽ എന്നുള്ള കൃതിക്കാണ് എന്ത് ലഭിച്ചത്? ബുക്കർ സമ്മാനം 2024 ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ. ഏതാണ് മികച്ച ചിത്രം? മഞ്ഞുമൽ ബോയ്സ് മികച്ച ചിത്രം. മികച്ച സംവിധായകൻ ചിദംബരം S പൊതുവാൾ. മികച്ച നടൻ ഏതാണ്? മമ്മൂട്ടി. ഏത് ചിത്രത്തിന് അദ്ദേഹത്തിന് അത് കിട്ടിയത്? ഭ്രമയുഗം എന്നുള്ള ചിത്രത്തിനാണ് കിട്ടിയത്. മികച്ച നടി ഷംല ഹംസ. ഏത് സിനിമയ്ക്കാണ് ലഭിച്ചത്? ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? പ്രേമലു. മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. ഇനി അടുത്തത് നമ്മൾ ഏതാ നോക്കുന്നത്? നൊബേൽ പുരസ്കാരങ്ങളാണ് നോക്കുന്നത്. എല്ലാ പരീക്ഷകളിലും നൊബേൽ പുരസ്കാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും മേഖലകളിലേക്ക് ചോദിക്കും. അതായത് മൊത്തത്തിൽ നൊബേൽ പുരസ്കാരങ്ങൾ എത്ര മേഖലകളിലേക്കാണ് കൊടുക്കുന്നത്? 6 മേഖലകളിലേക്കാണ് ഇത് കൊടുക്കുന്നത്. നമുക്ക് ആദ്യത്തെ നോക്കാം. ആദ്യം ഏതാണ്? വൈദ്യശാസ്ത്രം. ഏതാണ്? വൈദ്യശാസ്ത്രം. ആർക്കൊക്കെയാണ് ഇത് ലഭിച്ചത്? 3 പേർക്കാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയാണത്? മേരി ബ്രങ്കോ, ഫ്രെഡ് റാംസഡൽ, ഷിമോൺ സക്കാഗുച്ചി. ആരൊക്കെയാണ്? മേരി ബ്രങ്കോ, ഫ്രെഡ്
റാംസഡൽ, ഷിമോൺ സഗാഗുച്ചി. ഇവർക്ക് 3 പേർക്കാണ് എന്ത് ലഭിച്ചത്? വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയത്. ഇവരുടെ എന്ത് സംഭാവനയ്ക്കാണ് ഇത് ലഭിച്ചത്? പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസുമായി ബന്ധപ്പെട്ട അവരുടെ കണ്ടുപിടുത്തങ്ങൾക്കാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ആർക്കൊക്കെയാണ് ലഭിച്ചത്? മേരി ബ്രങ്കോ, ഫ്രെഡ് റാംസഡൽ, ഷിമോൺ സഗാഗുച്ചി. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രത്തിന് കിട്ടിയ നൊബേൽ സമ്മാനം. ആർക്കൊക്കെയാണ് ഇത് ലഭിച്ചത്? ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവോററ്റ്, ജോൺ എം മാർട്ടിനസ്. ആർക്കൊക്കെയാണ് ഇത് ലഭിച്ചത്? ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവോററ്റ്, ജോൺ എം മാർട്ടിനസ്. ഇവർക്ക് 3 പേർക്കുമാണ് ഭൗതിക ശാസ്ത്രത്തിന്റെ നൊബേൽ സമ്മാനം ലഭിച്ചത്. എന്ത് സംഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ് അവർക്കത് ലഭിച്ചത്? ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് വേദിയൊരുക്കി ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിലും ഊർജ ക്വാണ്ടൈസേഷനിലും നടത്തിയ അടിസ്ഥാന പ്രവർത്തനങ്ങൾക്കാണ് അവർക്ക് എന്ത് ലഭിച്ചത്? നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്തതായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ് നമുക്ക് നോക്കാം. ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. ആരൊക്കെയാണ്? ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. അവരുടെ എന്ത് സംഭാവനയ്ക്കാണ് ഇത് ലഭിച്ചത്? നവീകരണത്താൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയെ, പ്രത്യേകിച്ച് സാങ്കേതിക പുരോഗതിയിൽ സൃഷ്ടിപരമായ നാശത്തിന്റെ പങ്കിനെ വിശദീകരിച്ചിന്. അതായത് ഇന്നവേഷൻ ആൻഡ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയും. ഈ സംഭാവനയ്ക്കാണ് അവർക്ക് എന്ത് ലഭിച്ചത്? സാമ്പത്തിക ശാസ്ത്രത്തില് നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്തത് രസതന്ത്രം. രസതന്ത്രത്തിൽ ആർക്കൊക്കെയാണ് ലഭിച്ചത്? സുസുമു കിറ്റ്ഗാവെ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. ആരൊക്കെയാണ്? സുസുമു കിറ്റ്ഗാവെ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. ഇവർക്കൊക്കെയാണ് എന്ത് ലഭിച്ചത്? ഈ 3 പേർക്കാണ് രസതന്ത്രത്തിലെ നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇവരുടെ സംഭാവന എന്തായിരുന്നു? അതില് ലോഹ ജൈവ ചട്ടക്കൂടുകൾ, വാതക സംഭരണത്തിനായി വിശാലമായ ആന്തരിക ഇടങ്ങളുള്ള സുഷിരങ്ങളുള്ള വസ്തുക്കൾ, വിവിധ വ്യാവസായിക ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനത്തിന്. ഇതാണ് അവരുടെ സംഭാവന രസതന്ത്രത്തില്. ഇതിനുള്ള നൊബേൽ സമ്മാനമാണ് ആർക്കൊക്കെ ലഭിച്ചത്? സുസുമു കിറ്റ്ഗാവെ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. അടുത്തത് സാഹിത്യത്തിന് ആർക്കാണ് ലഭിച്ചത്? ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രാസ്നഹോർക്കായി എന്ന് പറയുന്ന വ്യക്തിക്കാണ് ലഭിച്ചത്. ആരാണ്? ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രാസ്നഹോർക്കായി എന്ന് പറയുന്ന വ്യക്തിക്കാണ് എന്തിന് ലഭിച്ചത്? സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്തത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? മരിയ കൊറിന മച്ചാഡോ. ആരാണ്? മരിയ കൊറിന മച്ചാഡോ. ആർക്കാണ് ലഭിച്ചത്? മരിയ കൊറിന മച്ചാഡോ. ഇവർക്ക് എന്തിനാണ് ലഭിച്ചത്? എന്ത് സംഭാവനയാണ് അവർ നൽകിയെന്ന് നോക്കിയേ. വെനിസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അക്ഷീണം പ്രവർത്തിച്ചതിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിയുക്തവും സമാധാനപരവുമായ മാറ്റം കൈവരിക്കുന്നതിനുമുള്ള പോരാട്ടത്തിനുമാണ് ഇവർക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇനി നമുക്ക് നൊബേൽ സമ്മാനം ഒന്ന് വേഗം ഓടിച്ചു നോക്കാം. പേരുകൾ മാത്രം. ആദ്യം വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രത്തിൽ ആർക്കൊക്കെ ലഭിച്ചു? മേരി ബ്രങ്കോ, ഫ്രെഡ് റാംസഡൽ, ഷിമോൺ സഗാഗുച്ചി. വൈദ്യശാസ്ത്രത്തിൽ ഇവർക്ക് 3 പേർക്കും ലഭിച്ചു. അടുത്തത് ഭൗതിക ശാസ്ത്രത്തിൽ ആർക്കൊക്കെയാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവോററ്റ്, ജോൺ എം മാർട്ടിനസ്. അടുത്തത് നോക്കിയേ. സാമ്പത്തിക ശാസ്ത്രത്തിൽ ആർക്കൊക്കെയാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. അടുത്തത് രസതന്ത്രം. അതിൽ ആർക്കൊക്കെയാണ് ലഭിച്ചത്? സുസുമു കിറ്റ്ഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. അടുത്തത് സാഹിത്യം. സാഹിത്യത്തിൽ ആർക്കാണ് ലഭിച്ചത്? ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രാസ്നഹോർക്കായിക്കാണ് ലഭിച്ചത്. സമാധാനത്തിന് ലഭിച്ചത് ആർക്കായിരുന്നു നൊബേൽ സമ്മാനം? മരിയ കൊറിന മച്ചാഡോ. ആരാണ്? മരിയ കൊറിന മച്ചാഡോ. ഇനി അടുത്തത് കേരള പുരസ്കാരങ്ങൾ. ഏതാണ്? കേരള പുരസ്കാരങ്ങൾ. കേരള പുരസ്കാരങ്ങൾ 2025 പത്മ പുരസ്കാര മാതൃകയിൽ സംസ്ഥാന സർക്കാർ കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ പുരസ്കാരങ്ങൾ നൽകുന്നത്. അതായത് പത്മ പുരസ്കാരം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന അതേ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് എന്ത്? കേരള പുരസ്കാരങ്ങൾ. അതിൽ ഏറ്റവും അപ്പെക്സിൽ വരുന്ന ഏതാണ്? കേരള ജ്യോതി. ഏറ്റവും മുകളിലത്തെ തട്ടിൽ വരുന്ന ഏതാണ്? കേരള ജ്യോതി. അത് കഴിഞ്ഞിട്ടാണ് ഏത്? കേരള പ്രഭ. അത് കഴിഞ്ഞിട്ട് 3ാമത് വരുന്നതാണ് ഏത്? കേരള ശ്രീ. ആദ്യത്തെ നോക്കിയേ. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്ത് ഡോക്ടർ MR രാഘവ വാര്യർക്കാണ് കേരള ജ്യോതി പുരസ്കാരം 2025 ലഭിച്ചത്.
അടുത്തത് രണ്ടാമത്തത് കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് PB അനീഷിനും കലാരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്കുമാണ് എന്ത് ലഭിച്ചത്? കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത്തെ കേരള പ്രഭ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചത്? PB അനീഷിനും രാജശ്രീ വാര്യർക്കും. കേരള ശ്രീ പുരസ്കാരങ്ങൾ ഇനി ആർക്കൊക്കെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. മാധ്യമ പ്രവർത്തനത്തിന് ശശികുമാറിനും വിദ്യാഭ്യാസ രംഗത്തെ TKM ട്രസ്റ്റ് ചെയർമാൻ ഷഹൽ ഹസൻ മുസ്ലിയാർക്കും സ്റ്റാർട്ടപ്പ് രംഗത്തെ സംഭാവനകൾ MK വിമൽ ഗോവിന്ദിനും വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ജിരുമോൾ മാരിയറ്റ് തോമസിനും കായിക രംഗത്തെ അഭിലാഷ് ടോമിക്കും കേരളശ്രീ പുരസ്കാരങ്ങൾ നൽകി. അതായത് 5 പേർക്കാണ് അത് പങ്കിട്ട് നൽകിയത്. ആർക്കൊക്കെയാണത്? മാധ്യമ പ്രവർത്തനത്തിന് ശശികുമാറിനും വിദ്യാഭ്യാസ രംഗത്ത് TKM ട്രസ്റ്റ് ചെയർമാൻ ആരായിരുന്നു? ഷഹൽ ഹസൻ മുസ്ലിയാർക്കും സ്റ്റാർട്ടപ്പ് രംഗത്തെ സംഭാവനകൾ MK വിമൽ ഗോവിന്ദിനും വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ജിലുമോൾ മാരിയറ്റ് തോമസിനും കായിക രംഗത്തെ അഭിലാഷ് ടോമിക്കുമാണിത് പങ്കിട്ട് നൽകിയത്. ഇനി കേരള ജ്യോതി പുരസ്കാരം ഒരാൾക്കും കേരള പ്രഭ 2 പേർക്കും കേരളശ്രീ 5 പേർക്കും എന്ന ക്രമത്തിലാണ് ഓരോ വർഷവും നൽകുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്പോർട്സ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യത്തെ ഏതാണ്? മെൻസ് ഹോക്കി ഏഷ്യ കപ്പ്. ഏതാണ്? മെൻസ് ഹോക്കി ഏഷ്യ കപ്പ്. ഏത് തീയതിയിലാണ് നടന്നത്? 2025 ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 7 വരെ. 2025 ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 7 വരെ. ആതിഥേയ നഗരം ഏതാണ്? രാജ്ഗീർ. ബീഹാറിലുള്ള രാജ്ഗീർ ആണ് ആതിഥേയ നഗരം. ഇനി വേദി എവിടെയായിരുന്നു ഇതിന്റെ? ബീഹാർ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഹോക്കി സ്റ്റേഡിയം അല്ലെങ്കിൽ രാജ്ഗീർ ഹോക്കി സ്റ്റേഡിയം എന്ന് പറയും. ഇനി ഇതിൽ വിജയിയായത് ആരാണ്? ഇന്ത്യയാണ് ഇതിൽ വിജയിയായത്. ഇന്ത്യക്ക് 4ാം തവണയാണിത് കിരീടം നേടിയത് ഇന്ത്യ. ഇനി ഈ വിജയത്തിലൂടെ ഇന്ത്യ 2026 സെലക്ഷൻ നേടിയിട്ടുണ്ട്. അതായത് അടുത്ത കൊല്ലത്തെ ഹോക്കി ലോകകപ്പിന് യോഗ്യത നേടുകയും ചെയ്തു. അടുത്ത നോക്കിക്കേ, ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ആതിഥേയ നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ് ആതിഥേയ നഗരം. തീയതി 2025 സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 5 വരെയാണ് നടന്നത്. 1ാം സ്ഥാനം ആർക്കാണ് ലഭിച്ചത്? ബ്രസീലിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. ആകെ 22 മെഡലുകൾ നേടി. ഇന്ത്യ മെഡൽ പട്ടികയിൽ എത്രാം സ്ഥാനത്താണ് വരുന്നത്? 10ാം സ്ഥാനത്താണ് ഇന്ത്യ വരുന്നത്. ആകെ എത്ര മെഡലുകളാണ് നേടിയത്? 22 മെഡലുകൾ നേടി. ഇന്ത്യ അതിൽ എത്രാം സ്ഥാനത്താണ്? 10ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡലുകൾ നേടിയ പ്രമുഖ അത്ലറ്റുകളുണ്ട്. ഇനി നമുക്ക് അവരുടെ പേരും ഏതൊക്കെ കായിക ഇനങ്ങളാണെന്ന് നോക്കാം. ആദ്യത്തേത് സുമിത് അന്റിൽ. ഏതാ? പുരുഷന്മാരുടെ ജാവലിൻ ത്രോ. ഏതാണ്? പുരുഷന്മാരുടെ ജാവലിൻ ത്രോ. ശൈലേഷ് കുമാർ പുരുഷന്മാരുടെ ഹൈ ജമ്പ്. ഏതാണ്? പുരുഷന്മാരുടെ ഹൈ ജമ്പ്. റിങ്കു ഹൂഡ് പുരുഷന്മാരുടെ ജാവലിൻ ത്രോ തന്നെ. ഏതാണ്? പുരുഷന്മാരുടെ ജാവലിൻ ത്രോ. സന്ദീപ് സഞ്ജയ് സാർഗർ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ. നിഷാദ് കുമാർ പുരുഷന്മാരുടെ ഹൈ ജമ്പ്. സിമ്രാൻ ശർമ്മ വനിതകളുടെ 100 മീറ്റർ. ഏതാണ്? വനിതകളുടെ 100 മീറ്റർ. ആകെ എത്ര പേർക്ക് അപ്പോൾ ഉണ്ടായിരുന്നത്? 22 മെഡലുകൾ നേടി. ഇന്ത്യ മെഡൽ പട്ടികയിൽ 10ാം സ്ഥാനത്തെത്തി. ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡലുകൾ നേടിയ പ്രമുഖ അത്ലറ്റുകളുടെ പേരുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആരൊക്കെയായിരുന്നു? സുമിത് ആന്റിൽ കായികന ഏതായിരുന്നു? പുരുഷന്മാരുടെ ജാവലിൻ ത്രോ. ശൈലേഷ് കുമാർ ഏതായിരുന്നു കായികന? പുരുഷന്മാരുടെ ഹൈ ജമ്പ്. റിങ്കു ഹൂഡ് പുരുഷന്മാരുടെ ജാവലിൻ ത്രോ. സന്ദീപ് സഞ്ജയ് സാർഗർ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ. നിഷാദ് കുമാർ പുരുഷന്മാരുടെ ഹൈ ജമ്പ്. സിമ്രാൻ ശർമ്മ ഏതാണ്? വനിതകളുടെ 100 മീറ്റർ. അടുത്തത് ഏതാ? ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ്. ഏതാണ്? ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ്. 2025 ICC വനിതാ ലോകകപ്പ് നടന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ്. എവിടെയാണ് നടന്നത്? ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് നടന്നത്. തീയതി ഏതാ? 2025 സെപ്റ്റംബർ 30 മുതൽ നവംബർ 2 വരെയാണ് നടന്നത്. ഇനി ആതിഥേയർ അത് പ്രധാനമായിട്ടും ആരായിരുന്നു? ഇന്ത്യയായിരുന്നു ആതിഥേയനായിരുന്നത്. അടുത്തത് വിജയി ആരായിരുന്നു ഇതിനകത്ത്? ഇന്ത്യയാണ് വിജയിച്ചത്. ഫൈനലിൽ എത്ര റൺസിനാണ് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത്? 52 റൺസിനാണ് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത്. എത്രയാണ്? 52 റൺസിന് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. അടുത്തത് ബ്ലൈൻഡ് വനിതാ T20 ലോകകപ്പ്. ഏതാണ്? ബ്ലൈൻഡ് വനിതാ T20 ലോകകപ്പ്. ഇത് കാഴ്ച പരിമിതിയുള്ള കായിക താരങ്ങൾക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങളോടെയാണ് ഈ ക്രിക്കറ്റ് മത്സരം നടത്തുന്നത്. ഇതിൽ പങ്കെടുത്ത ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഇന്ത്യ, നേപ്പാൾ, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ, ശ്രീലങ്ക, USA. ഏതൊക്കെയാണ്? ഇന്ത്യ, നേപ്പാൾ, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ, ശ്രീലങ്ക, USA. ഇതിൽ വിജയിച്ചത് ആരാണ്? ഇന്ത്യയാണ് വിജയിച്ചത്. ഇനി നമുക്ക് കുറച്ച് നിയമനങ്ങൾ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഏതാണ്? 53ാമതായി തെരഞ്ഞെടുത്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നാണ്. ആരാണ്? 53ാമത് എത്രാമത്തതാ? 53ാമത്
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ആരാണ് ഇതിന് സത്യവാചകം ചൊല്ലി കൊടുക്കുന്നത്? രാഷ്ട്രപതി. ആരാണ് സത്യവാചകം ചൊല്ലി കൊടുക്കുന്നത്? രാഷ്ട്രപതി. അപ്പൊ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായിട്ട് ആര് തിരഞ്ഞെടുത്തു? CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ്? ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി ആര് തിരഞ്ഞെടുക്കപ്പെട്ടു? CP രാധാകൃഷ്ണൻ. തമിഴ്നാട് സ്വദേശിയാണ് ഇദ്ദേഹം. കോയമ്പത്തൂരിൽ നിന്ന് 2 തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കയർ ബോർഡ് മുൻ ചെയർമാനായിരുന്നു. ആദ്യം എവിടെയായിരുന്നു? ജാർഖണ്ഡ് ഗവർണർ സ്ഥാനത്ത് നിന്നാണ് CP രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറായത്. അതിനുശേഷമാണ് ഇദ്ദേഹം എന്തായത്? ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വയോജന കമ്മീഷൻ. ഏതാണ്? വയോജന കമ്മീഷൻ. പ്രധാനപ്പെട്ട ഒരു കമ്മീഷനാണിത്. അതായത് 2025 നിലവിൽ വന്നതാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത് വരുന്നത്. അതായത് വയോജന കമ്മീഷൻ ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടാണിത് ഉള്ളത്. 2025 ഇത് വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത് വരുന്നത് എവിടെയാണ്? കേരളത്തിലാണ് ഇത് ആദ്യമായിട്ട് വരുന്നത്. ഇതിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? K. സോമപ്രസാദ്. ആരാണ്? K. സോമപ്രസാദ്. ഇദ്ദേഹം കൂടാണ്ട്, അതായത് അധ്യക്ഷൻ കൂടാണ്ട് എത്ര അംഗങ്ങൾ കൂടിയുണ്ട്? 4 അംഗങ്ങളുണ്ട്. അപ്പൊ മൊത്തം എത്ര പേരുള്ളത്? 5 അംഗങ്ങളാണ് മൊത്തം ഉള്ളത്. 3 വർഷത്തേക്കാണ് അധ്യക്ഷന്റെയും അംഗങ്ങളുടെയും കാലാവധി. എത്ര വർഷത്തേക്കാ? 3 വർഷത്തേക്ക്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൂടെയാണ്. അടുത്തത് നമുക്ക് ഇത് 3 നോക്കാം. ഏതാ? പ്രധാനപ്പെട്ട നിയമനങ്ങളിൽ ആദ്യത്തത് 53ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആരെ തിരഞ്ഞെടുത്തു? ജസ്റ്റിസ് സൂര്യകാന്തിനെ തിരഞ്ഞെടുത്തു. 15ാമത് ഉപരാഷ്ട്രപതിയായിട്ട് ആരെ തിരഞ്ഞെടുത്തു? CP രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. വയോജന കമ്മീഷൻ അധ്യക്ഷനായി ആര് നിയമിക്കപ്പെട്ടു? K. സോമപ്രസാദ് നിയമിക്കപ്പെട്ടു. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട്, അതായത് കേരളത്തിലാണ് ഇത് ആദ്യമായിട്ട് വരുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കേരളത്തിലാണ് ഇത് വരുന്നത്. 3 വർഷത്തേക്കാണ് ഇവരുടെ കാലാവധി. നമ്മുടെ 10th 12th ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ കറണ്ട് അഫയർ സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വരുന്ന പരീക്ഷകളിലും എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഈ എടുത്ത ക്ലാസ്സുകൾ ഉപകാരമാവട്ടെ. താങ്ക് യു.